ഇയ്യോബ് 6-ാം അധ്യായം. അതിന് ഇയ്യോബ് ഉത്തരം പറഞ്ഞത് എന്തെന്നാൽ, അയ്യോ, എൻ്റെ വ്യസനം ഒന്ന് തൂക്കി നോക്കിയെങ്കിൽ, എൻ്റെ വിപത്ത് സ്വരൂപിച്ച് തുലാസിൽ വെച്ചെങ്കിൽ, അത് കടൽപ്പുറത്തെ മണലിനേക്കാൾ ഭാരമേറുന്നത്. അതുകൊണ്ട് എൻ്റെ വാക്ക് തെറ്റിപ്പോകുന്നു. സർവശക്തൻ്റെ അസ്ത്രങ്ങൾ എന്നിൽ തറച്ചിരിക്കുന്നു. അവയുടെ വിഷം എൻ്റെ ആത്മാവ് കുടിക്കുന്നു. ദൈവത്തിൻ്റെ ഘോരത്വങ്ങൾ എൻ്റെ നേരെ അണിനിരന്നിരിക്കുന്നു. പുല്ലുള്ളയിടത്ത് കാട്ടുകഴുത ചിനിക്കുമോ? തീറ്റ തിന്നുമ്പോൾ കാള മുക്രയിടുമോ? രുചിയില്ലാത്തത് ഉപ്പ് കൂടാതെ തിന്നാമോ? മുട്ടയുടെ വെള്ളയ്ക്ക് രുചിയുണ്ടോ? തൊടുവാൻ എനിക്ക് വെറുപ്പ് തോന്നുന്നത് എനിക്ക് അറപ്പുള്ള ഭക്ഷണമായിരിക്കുന്നു. അയ്യോ, എൻ്റെ അപേക്ഷ സാധിച്ചെങ്കിൽ, എൻ്റെ വാഞ്ച ദൈവം എനിക്ക് നൽകിയെങ്കിൽ, എന്നെ തകർക്കുവാൻ ദൈവം പ്രസാദിച്ചെങ്കിൽ, തൃക്കൈ നീട്ടി എന്നെ ഖണ്ഡിച്ചു കളഞ്ഞെങ്കിൽ, അങ്ങനെ എനിക്ക് ആശ്വാസം ലഭിക്കുമായിരുന്നു. കനിവറ്റ വേദനയിൽ ഞാൻ ഉല്ലസിക്കുമായിരുന്നു. പരിശുദ്ധൻ്റെ വചനങ്ങളെ ഞാൻ നിഷേധിച്ചിട്ടില്ലല്ലോ. ഞാൻ കാത്തിരിക്കേണ്ടതിന് എൻ്റെ ശക്തി എന്തുള്ളൂ? ദീർഘക്ഷമ കാണിക്കേണ്ടതിന് എൻ്റെ അന്തം എന്ത്? എൻ്റെ ബലം കല്ലിൻ്റെ ബലമോ? എൻ്റെ മാംസം താമ്രമാകുന്നുവോ? ഞാൻ കേവലം തുണയില്ലാത്തവനല്ലയോ? രക്ഷ എന്നെ വിട്ടുപോയില്ലയോ? ദുഃഖിതനോട് സ്നേഹിതൻ ദയ കാണിക്കേണ്ടതാകുന്നു. അല്ലാഞ്ഞാൽ അവൻ സർവശക്തൻ്റെ ഭയം ത്യജിക്കും. എൻ്റെ സഹോദരന്മാർ ഒരു തോടുപോലെ എന്നെ ചതിച്ചു. വറ്റിപ്പോകുന്ന തോടുകളുടെ ചാൽ പോലെ തന്നെ. നീർക്കട്ട കൊണ്ട് അവ കലങ്ങിപ്പോകുന്നു. ഹിമം അവയിൽ ഉരുകി കാണാതെ പോകുന്നു. ചൂടുപിടിക്കുന്ന നേരം അവ വറ്റിപ്പോകുന്നു. ഉഷ്ണമാകുമ്പോൾ അവ അവിടെ നിന്ന് പോയി പോകുന്നു. സ്വാർത്ഥങ്ങൾ വഴി വിട്ടുതിരിഞ്ഞു ചെല്ലുന്നു. അവ മരുഭൂമിയിൽ ചെന്ന് നശിച്ചു പോകുന്നു. തേമയുടെ സ്വാർത്ഥങ്ങൾ തിരിഞ്ഞു നോക്കുന്നു. ശബയുടെ യാത്രാഗണം അവയ്ക്കായി പ്രതീക്ഷിക്കുന്നു. പ്രതീക്ഷിച്ചതുകൊണ്ട് അവർ ലജ്ജിക്കുന്നു. അവിടത്തോളം ചെന്ന് നാണിച്ചു പോകുന്നു. നിങ്ങളും ഇപ്പോൾ അതുപോലെയായി വിപത്ത് കണ്ടിട്ട് നിങ്ങൾ പേടിക്കുന്നു. എനിക്ക് കൊണ്ടുവന്ന് തരുവിൻ. നിങ്ങളുടെ സമ്പത്തിൽ നിന്ന് എനിക്ക് വേണ്ടി കൈക്കൂലി കൊടുപ്പിൻ. വൈരിയുടെ കയ്യിൽ നിന്ന് എന്നെ വിടുവിപ്പീൻ, നിഷ്ഠൂരന്മാരുടെ കയ്യിൽ നിന്ന് എന്നെ വിടുവിപ്പീൻ എന്നിങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ടോ? എന്നെ ഉപദേശിപ്പിൻ, ഞാൻ മിണ്ടാതെ ഇരിക്കാം. ഏതിൽ തെറ്റിപ്പോയെന്ന് എനിക്ക് ബോധം വരുത്തുവിൻ. നേരുള്ള വാക്കുകൾക്ക് എത്ര ബലം! നിങ്ങളുടെ ശാസനയ്ക്കോ എന്ത് ബലം! വാക്കുകളെ ആക്ഷേപിപ്പാൻ വിചാരിക്കുന്നുവോ? ആശയറ്റവൻ്റെ വാക്കുകൾ കാറ്റിന് തുല്യമത്രേ. അനാഥന് നിങ്ങൾ ചീട്ടിടുന്നു. സ്നേഹിതനെ കൊണ്ട് കച്ചവടം ചെയ്യുന്നു. ഇപ്പോൾ ദയചെയ്ത് എന്നെ ഒന്ന് നോക്കുവിൻ. ഞാൻ നിങ്ങളുടെ മുഖത്ത് നോക്കി പോഷ്ക് പറയുമോ? ഒന്നുകൂടെ നോക്കുവിൻ, നീതികേട് ഭവിക്കരുത്. ഒന്നുകൂടെ നോക്കുവിൻ, എൻ്റെ കാര്യം നീതിയുള്ളത് തന്നെ. എൻ്റെ നാവിൽ അനീതിയുണ്ടോ? എൻ്റെ വായ് അനർത്ഥം തിരിച്ചറിയുകയില്ലയോ? അധ്യായം 7. മർത്യന് ഭൂമിയിൽ യുദ്ധസേവയില്ലയോ? അവൻ്റെ ജീവകാലം കൂലിക്കാരൻ്റെ ജീവകാലം പോലെ തന്നെ. വേലക്കാരൻ നിഴൽ വാഞ്ചിക്കുന്നത് പോലെയും കൂലിക്കാരൻ കൂലിക്ക് കാത്തിരിക്കുന്നത് പോലെയും വ്യർത്ഥമാസങ്ങൾ എനിക്ക് അവകാശമായി വന്നു. കഷ്ടരാത്രികൾ എനിക്ക് ഓഹരിയായി തീർന്നു. കിടക്കുന്നേരം ഞാൻ എപ്പോൾ എഴുന്നേൽക്കുമെന്ന് പറയുന്നു. രാത്രിയോ ദീർഘിച്ചുകൊണ്ടിരിക്കുന്നു. വെളുക്കുവോളം എനിക്ക് ഉരുളുക തന്നെ പണി. എൻ്റെ ദേഹം പുഴുവും മൺകട്ടയും ഉടുത്തിരിക്കുന്നു. എൻ്റെ ത്വക്കിൽ പുൺവായുകൾ അടഞ്ഞ് വീണ്ടും പഴുത്തു പൊട്ടുന്നു. എൻ്റെ നാളുകൾ നെയ്ത്തോട്ടത്തിലും വേഗതയുള്ളത്. പ്രത്യാശ കൂടാതെ അവ കഴിഞ്ഞു പോകുന്നു. എൻ്റെ ജീവൻ ഒരു ശ്വാസം മാത്രം എന്നോർക്കണമേ. എൻ്റെ കണ്ണ് ഇനി നന്മയെ കാണുകയില്ല. എന്നെ കാണുന്നവൻ്റെ കണ്ണ് ഇനി എന്നെ കാണുകയില്ല. നിന്റെ കണ്ണ് എന്നെ നോക്കും, ഞാനോ ഇല്ലാതിരിക്കും. മേഘം ക്ഷയിച്ച് മാഞ്ഞു പോകുന്നത് പോലെ പാതാളത്തിൽ ഇറങ്ങുന്നവൻ വീണ്ടും കയറി വരുന്നില്ല. അവൻ തൻ്റെ വീട്ടിലേക്ക് മടങ്ങി വരികയില്ല. അവൻ്റെ ഇടമിനി അവനെ അറിയുകയുമില്ല. ആകയാൽ ഞാൻ എൻ്റെ വായടയ്ക്കില്ല. എൻ്റെ മനപ്പീഡയിൽ ഞാൻ സംസാരിക്കും. എൻ്റെ മനോവ്യസനത്തിൽ ഞാൻ സങ്കടം പറയും. നീ എനിക്ക് കാവലാക്കേണ്ടതിന് ഞാൻ കടലോ കടലാനയോ ആകുന്നുവോ? എൻ്റെ കട്ടിൽ എന്നെ ആശ്വസിപ്പിക്കും. എൻ്റെ മെത്ത എൻ്റെ വ്യസനം ശമിപ്പിക്കും എന്ന് ഞാൻ പറഞ്ഞാൽ, നീ സ്വപ്നം കൊണ്ടെന്നെ അരട്ടുന്നു, ദർശനം കൊണ്ടും എന്നെ ഭയപ്പെടുത്തുന്നു. ആകയാൽ ഞാൻ
ഞെക്കിക്കൊലയും ഈ അസ്ഥികൂടത്തേക്കാൾ മരണവും തിരഞ്ഞെടുക്കുന്നു. ഞാൻ അഴിഞ്ഞിരിക്കുന്നു, എന്നേക്കും ജീവിച്ചിരിക്കയില്ല. എന്നെ വിടേണമേ. എൻ്റെ ജീവകാലം ഒരു ശ്വാസം മാത്രമല്ലോ. മർത്യനെ നീ ഗണ്യമാക്കേണ്ടതിനും അവൻ്റെ മേൽ ദൃഷ്ടി വയ്ക്കേണ്ടതിനും അവനെ രാവിലെ തോറും സന്ദർശിച്ച് മാത്രതോറും പരീക്ഷിക്കേണ്ടതിനും അവൻ എന്തുള്ളൂ. നീ എത്രത്തോളം നിന്റെ നോട്ടം എങ്കിൽ നിന്ന് മാറ്റാതിരിക്കും. ഞാൻ ഉമനീർ ഇറക്കുവോളം എന്നെ വിടാതെയും ഇരിക്കും. ഞാൻ പാപം ചെയ്തുവെങ്കിൽ മനുഷ്യപാലകനെ ഞാൻ നിനക്ക് എന്തു ചെയ്യുന്നു? ഞാൻ എനിക്ക് തന്നെ ഭാരമായിരിക്കത്തക്കവണ്ണം നീ എന്നെ നിനക്ക് ലക്ഷ്യമായി വെച്ചിരിക്കുന്നത് എന്ത്? എൻ്റെ അതിക്രമം നീ ക്ഷമിക്കാതെയും അകൃത്യം മോചിക്കാതെയും ഇരിക്കുന്നത് എന്ത്? ഇപ്പോൾ ഞാൻ പൊടിയിൽ കിടക്കും. നീ എന്നെ അന്വേഷിച്ചാൽ ഞാൻ ഇല്ലാതിരിക്കും. അധ്യായം 8. അതിന് ശൂഹ്യനായ ബിൽദാദ് ഉത്തരം പറഞ്ഞത് എന്തെന്നാൽ, എത്രത്തോളം നീ ഇങ്ങനെ സംസാരിക്കും? നിന്റെ വായിലെ വാക്കുകൾ വൻകാറ്റ് പോലെ ഇരിക്കും. ദൈവം ന്യായം മറിച്ചു കളയുമോ? സർവശക്തൻ നീതിയെ മറിച്ചു കളയുമോ? നിന്റെ മക്കൾ അവനോട് പാപം ചെയ്തെങ്കിൽ അവൻ അവരെ അവരുടെ അതിക്രമങ്ങൾക്ക് ഏൽപ്പിച്ചു കളഞ്ഞു. നീ ദൈവത്തെ ശ്രദ്ധയോടെ അന്വേഷിക്കുകയും സർവശക്തനോട് അപേക്ഷിക്കുകയും ചെയ്താൽ, നീ നിർമ്മലനും നേരുള്ളവനുമെങ്കിൽ അവൻ ഇപ്പോൾ നിനക്ക് വേണ്ടി ഉണർന്നു വരും. നിന്റെ നീതിയുള്ള വാസസ്ഥലത്തെ യഥാസ്ഥാനത്താക്കും. നിന്റെ പൂർവസ്ഥിതി അല്പമായി തോന്നും, നിന്റെ അന്ത്യസ്ഥിതി അതിമഹത്തായിരിക്കും. നീ പണ്ടത്തെ തലമുറയോട് ചോദിക്കുക, അവരുടെ പിതാക്കന്മാരുടെ അന്വേഷണ ഫലം ഗ്രഹിച്ചു കൊള്ളുക. നാം ഇന്നലെ ഉണ്ടായവരും ഒന്നും അറിയാത്തവരുമല്ലോ. ഭൂമിയിൽ നമ്മുടെ ജീവകാലം ഒരു നിഴലത്രേ. അവർ നിനക്ക് ഉപദേശിച്ച് പറഞ്ഞു തരും. തങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് വാക്കുകളെ പുറപ്പെടുവിക്കും. ചെളിയില്ലാതെ ഞാങ്ങണ വളരുമോ? വെള്ളമില്ലാതെ പോട്ടപ്പുല്ല് വളരുമോ? അത് അരിയാതെ പച്ചയായിരിക്കുമ്പോൾ തന്നെ മറ്റ് എല്ലാ പുല്ലിനും മുമ്പേ വാടിപ്പോകുന്നു. ദൈവത്തെ മറക്കുന്ന എല്ലാവരുടെയും പാത അങ്ങനെ തന്നെ. വഷളൻ്റെ ആശ നശിച്ചു പോകും, അവൻ്റെ ആശ്രയം അറ്റുപോകും. അവൻ്റെ ശരണം ചിലന്തി വലയത്രേ. അവൻ തൻ്റെ വീട്ടിനെ ആശ്രയിക്കും, അതോ നിൽക്കയില്ല. അവൻ അതിനെ മുറുകെ പിടിക്കും, അതോ നിലനിൽക്കയില്ല. വെയിലത്ത് അവൻ പച്ചയായിരിക്കുന്നു, അവൻ്റെ ചില്ലികൾ അവൻ്റെ തോട്ടത്തിൽ പടരുന്നു. അവൻ്റെ വേർ കൽക്കുന്നിൽ പിണയുന്നു, അത് കല്ലടുക്കിൽ ചെന്ന് പിടിക്കുന്നു. അവൻ്റെ സ്ഥലത്ത് നിന്ന് അവനെ നശിപ്പിച്ചാൽ, ഞാൻ നിന്നെ കണ്ടിട്ടില്ല എന്ന് അതവനെ നിഷേധിക്കും. ഇതവൻ്റെ വഴിയുടെ സന്തോഷം. പൊടിയിൽ നിന്ന് മറ്റൊന്ന് മുളച്ചു വരും. ദൈവം നിഷ്കളങ്കനെ നിരസിക്കുകയില്ല, ദുഷ്പ്രവൃത്തിക്കാരെ താങ്ങുകയുമില്ല. അവൻ ഇനിയും നിന്റെ വായിൽ ചിരിയും, നിന്റെ അധരങ്ങളിൽ ഉല്ലാസഘോഷവും നിറയ്ക്കും. നിന്നെ പകയ്ക്കുന്നവർ ലജ്ജ ധരിക്കും, ദുഷ്ടന്മാരുടെ കൂടാരം ഇല്ലാതെയാകും.